കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആസ്വി എന്ന സംഘടനയ്ക്ക് വേണ്ടി A+ നേടിയ കുട്ടികളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഉള്ളിയേരിയിലേക്ക് പോയത്. അവിടെ ചെന്ന കുട്ടികളോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. ഷിഹാബ്, CP ഷിഹാബ്. അദ്ദേഹം വേദിയിലേക്ക് വന്ന് കുട്ടികളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ വേദിക്ക് മുമ്പിലുണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ച് തീരുന്നതിന് മുമ്പ് എത്രയോ തവണ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റ് വീണു. CP ഷിഹാബിനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. ഇതാണ് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർക്കാരനായ CP ഷിഹാബ്. ഷിഹാബിന്റെ ജീവിതം എന്ന് പറയുന്നത്, ഷിഹാബ് 75% ഡിസേബിൾഡ് ആണ്. 25% മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഷിഹാബിന് കൈകളില്ല, കാലില്ല. പക്ഷെ ജീവിതം കൊണ്ട് വിജയകഥ വരച്ചു ചേർത്തു ഷിഹാബ്. 8ാം ക്ലാസ്സിലാണ് വിദ്യാലയത്തിൽ ചേരുന്നത്. പക്ഷേ 10ാം ക്ലാസ്സിൽ 96% മാർക്ക് നേടി ഷിഹാബ് വിജയകഥ തീർത്തു. ഷിഹാബ് അത്ഭുതകരമായി ക്രിക്കറ്റ് കളിച്ച് അത്ഭുതം തീർത്തു. ചിത്രം വരച്ചു, മനോഹരമായ ചിത്രം വരച്ചു. ഷിഹാബ് വയലിൻ വായിക്കും. ഷിഹാബ് പിയാനോ പ്ലേ ചെയ്യും. ഷിഹാബിന്റെ വാക്കുകളോട് നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഒരിക്കലും നിരാശയില്ലാതെ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് കണ്ട് എങ്ങനെ സ്വന്തം ജീവിതത്തെ ഏറ്റവും വലിയ അനുഭവമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുകയാണ് ഷിഹാബ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ പൂക്കോട്ടൂരിലല്ല, അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലല്ല, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല ഷിഹാബ് ജനിച്ചതെങ്കിൽ ഇതിനേക്കാൾ എത്രയോ പ്രഗത്ഭനായി, എത്രയോ പ്രശസ്തനായി ഷിഹാബ് മാറുമായിരുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും ഇതൊന്നും കാണുന്നില്ല. പക്ഷേ ഷിഹാബിന്റെ വാക്കുകൾ കേട്ട സമയത്ത് എനിക്ക് ഈ ഷിഹാബിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് തോന്നി. ഷിഹാബ് തന്നെ തന്റെ ജീവിതത്തെക്കുറിച്ച്, തന്റെ ജനനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമല്ലോ ഷിഹാബ്? ഓക്കെ. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ടിവിയിലൂടെ മാത്രം കണ്ടിരുന്ന ആ മഹാവിസ്മയത്തെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റിയപ്പോൾ ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുകയായിരുന്നു. ഞാൻ ജനിക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം, ഒരിക്കൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരച്ചിൽ കേട്ടുപോലും അച്ഛനും അമ്മയും സന്തോഷിക്കുന്ന ദിവസമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജനിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ലോകം മുഴുവൻ അംഗീകരിച്ച ഈ സത്യം എന്റെ ജീവിതത്തിൽ മാത്രം സത്യമായില്ല. കാരണം എന്നെ കണ്ടതിനു ശേഷം എന്റെ അച്ഛനും അമ്മയും എന്റെ കരച്ചിലിന് മുമ്പേ പൊട്ടിക്കരഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ യാത്ര സാധാരണ ആളുകൾ പോലും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഈ ലോകത്ത്, അവർ പോലും എപ്പോഴും പരാതി പറയുന്ന ഈ ലോകത്ത്, ഈ 25% മാത്രമുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നൊരു സംശയമുണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു, 25% മാത്രം മനുഷ്യനായിട്ടുള്ള ഞാൻ 2-3 മാസങ്ങൾക്കപ്പുറം ജീവനോടെ ഉണ്ടാകില്ല എന്ന്. അങ്ങനെ ഒരു പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് ജനന സർട്ടിഫിക്കറ്റിന്റെ കൂടെ മരണ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയ ലോകത്തെ ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. ജനിച്ച 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടക്കാൻ പറ്റാതെ ഞാൻ ബെഡിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ശേഷം ജനിച്ച അനിയന്മാർ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, എങ്ങനെയാണ് എനിക്കും ഇതുപോലെ നടക്കാൻ സാധിക്കുക എന്ന്. അപ്പോൾ എന്റെ അമ്മ പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു, ഇന്നും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാചകം. എന്റെ അനിയൻ സാധാരണ കാലുകൾ ഉപയോഗിച്ചു സാധാരണ ആളുകളുടെ കൂടെ എന്റെ കൈ പിടിച്ച് നടക്കുന്നതിനേക്കാളും എന്നെ സന്തോഷിപ്പിക്കുക, ഇല്ലാത്ത കാലുകൾ കൊണ്ട് നീ ഈ ലോകത്ത് നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ മാതാവ് ഞാനായിരിക്കുമെന്ന്. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് നടക്കാൻ പഠിച്ചത്. പിന്നീടും എന്റെ ജീവിതത്തിലെ ഓരോ നേട്ടങ്ങൾക്ക് പിന്നിലും ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഫോളോ ചെയ്തു പോകുന്ന സിസ്റ്റമാണ് എങ്ങനെയാണ് നമുക്കൊരു കാര്യത്തെ ഡ്രീം കാണാൻ സാധിക്കുക, ആ ഡ്രീമിനെ നമുക്ക് എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നത്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഈ അടുത്ത് റിലീസായ നമ്മുടെ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ നിവിൻ പോളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് കോൺസെൻട്രേഷൻ എന്ന്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിവിൻ പോളി പറയുന്നുണ്ട്, എന്റെ സാറേ അവളങ്ങ് തട്ടം വിട്ട് വന്നാ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന്. അതാണ് കോൺസെൻട്രേഷൻ. നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ മാത്രം നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മറ്റെല്ലാ സങ്കടങ്ങളും പരിമിതികളും നമുക്ക് മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ ആയിരുന്നു എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും. മുതുകാട് സാറിന്റെ ഒരുപാട് മേജിക്കുകൾ അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്ന ഞാൻ അവസാനം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിച്ചൊരു പാഠമുണ്ടായിരുന്നു, സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മേജിക് എന്ന്. അപ്പോൾ ഇനി മുതൽ മുതുകാട് സാറെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നെയും സ്നേഹിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞാനും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.